ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കാൻ പോവുകയാണ്. വളരെ നല്ല കാര്യം. ഞങ്ങൾ ആദ്യമേ പറഞ്ഞു ഇമാതിരി സാധനം യൂട്യൂബിൽ ഇടാൻ പറ്റിയ സാധനമല്ല. എന്തായാലും വന്ന് കാണിച്ചു തരാം. അയാളുടെ ആവശ്യം രേണുസുതി എന്നുള്ള പേര് മാറ്റാം. സൗകര്യമല്ല രേണുസുതി എന്നുള്ള പേര് മാറ്റാം. മനസ്സിലായോ? രേണുസുതി രേണുസുതി രേണുസുതി. പിന്നെ വിളിച്ചു പറയില്ല ഓളെന്താ കഞ്ചാവ് അങ്ങനെ അടിച്ചിരിക്കുന്നു. ഓള് പണ്ടത്തെ പിന്നെ എന്താ രേണു ഓളല്ല. ഇങ്ങനെ ഇട്ടായിരിക്കും ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ചിലപ്പോ ഇച്ചിരി അങ്ങനെ നോക്കല്ലേ, വ്യൂസ് ഒക്കെ കയറുവാണെങ്കിൽ അങ്ങ് കയറിക്കോട്ടെ. ഞാൻ ചെറിയൊരു ആഗ്രഹത്തിന്റെ പുറത്തല്ലേ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. നിങ്ങൾ എന്തുവാ ഈ പറയുന്നത്? അങ്ങനെ രേണുസുതി തകിടം പറഞ്ഞ് പുതിയ എക്സ്ക്ലൂസീവ് ഫാൻ കണ്ടന്റിലേക്ക് ചേച്ചി ഇറങ്ങി വന്നിരിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ വീഡിയോ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കാണിച്ച് തരാമേ? എന്തോന്ന് വീഡിയോസ് കാണിച്ചു തരാന്ന്? അതൊക്കെ കൃത്യമായിട്ട് ഇതിനകത്ത് കാണിച്ചു തരാം. പണ്ടേ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഞാൻ ഉൾപ്പെടെയുള്ള ജനങ്ങൾ നിങ്ങളോട് പറയാറുള്ള കാര്യമാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ, യൂട്യൂബ് അല്ലെങ്കിൽ ഫാമിലി ആൾക്കാർ കാണുന്ന സ്ഥലങ്ങളിൽ ഇടാൻ പറ്റിയൊരു കാര്യമല്ല. നിങ്ങൾ പോയിട്ട് ഒള്ളി ഫാൻസിനകത്ത് ഇടുക. പൈസ കൊടുത്ത് ആൾക്കാർ വന്ന് കാണട്ടെ. അത്രയും ദരിദ്രവാസികളായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരവിടെ പൈസ കൊടുത്ത് കാണട്ടെ. അത്രയും നമ്മൾ അവകാശപ്പെടുന്നുള്ളൂ. അല്ലാതെ മാന്യമായിട്ട് വീഡിയോ, മാന്യമായിട്ടുള്ളൊരു വീഡിയോ എല്ലാവരും വീഡിയോ കാണുമല്ലോ, അങ്ങനെയൊന്നും പറ്റില്ല. നിങ്ങൾ പൈസ കൊടുക്കാൻ മേടിക്കുക. 10-35 രൂപയാണ് കാണത്തുള്ളൂ. നിങ്ങൾ 2 GB നെറ്റ് ഫ്രീ റീചാർജ് ചെയ്യുന്നല്ലേ, അതുപോലെ അങ്ങ് പൊക്കോട് വന്ന് അങ്ങ് കയറിപ്പോട്ടെ. നല്ല കാര്യം രേണുസുതി. ഇത് ഞാൻ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ജനങ്ങൾ ഫ്രസ്ട്രേഷൻ അടിച്ച് നശിപ്പിച്ച് രേണുസുതിയുടെ ഈ അപരാധങ്ങൾ കണ്ടു നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട്. ഞാൻ ഒരു വോയിസ് ക്ലിപ്പിനകത്ത് വെക്കാം. എനിക്ക് വന്നിട്ടുള്ള ഇത് അവർക്ക് മാത്രം പറയാനുള്ളതല്ല, ഒരുപാട് ജനങ്ങൾക്ക് പറയാനുള്ള കാര്യമാണ്. ഞാൻ ഈ ഒരു ഒറ്റ വോയിസ് ഇവിടെ പുറത്തു വിടാനായിട്ട് പോകുന്നത്. വളരെ നല്ല കാര്യങ്ങളാണ്. രേണുസുതീൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ട് അഭിമുഖത്തിൽ. ഞാനത് കുറേ ഇവളെ ഇത് കാണും കോപ്പറാട്ടി. ഇവർക്ക് വല്ല വീഡിയോക്ക് അങ്ങനെ പോയി കൂടി കെട്ടിപ്പിടുത്ത് ഉമ്മ വെക്കുന്ന ഈ എന്തൊക്കെയോ വൃത്തികെട്ട സെക്സ് വീഡിയോസ് അങ്ങനെ അങ്ങനത്തേന് പോയിക്കൂടെ? എന്തിനാ വെറുതെ വീർപ്പിക്കാൻ ചൊറിയാൻ വരുന്ന മനുഷ്യന്മാരെ എടുത്തു നോക്കി അവരെ മൊയന്ത് കടിയാണ് കാണുന്നത്. മടുത്തുക്കുന്നു കേട്ടോ, സത്യം പറയാം, മടുത്തുക്കുന്നു. ഫോൺ എറിഞ്ഞു പൊട്ടിച്ചാൽ തോന്നുന്നു. ഏട്ടാ ഓളും എല്ലാം സുധിച്ചേട്ടന് വേണ്ടി സുധിക്ക് എന്തോ ഭ്രാന്ത. മിക്കവാറും മൊബൈൽ കമ്പനികൾക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും രേണുസുതി. ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ ജനങ്ങൾ ഒരുപാട് മൊബൈൽ എറിഞ്ഞ് പൊട്ടിക്കുമല്ലോ. അപ്പോൾ വീണ്ടും മൊബൈലുകൾ മേടിക്കാനായിട്ട് വരുമല്ലോ. കുറെ പേര് വിചാരിക്കായിരിക്കും എന്തും തെമ്മാടത്തിൽ പറയുന്നില്ല. എനിക്കും തോന്നി ഇപ്പൊ ചളിയായിപ്പോയി, സോറി. അങ്ങനെയാണോ തോന്നുന്നത്? ആരും അങ്ങനെ ചത്തോരെ പിന്നെ വിളിച്ചു പറയില്ല ഓളെന്താ കഞ്ചാവ് അങ്ങനെ അടിച്ചിരിക്കുന്നു. ഓള് പണ്ടത്തെ പിന്നെ എന്താ രേണു ഓളല്ല. ഓടെ സ്വഭാവം ഞാൻ മാറിപ്പോയി. വൃത്തിയായിട്ട് സാധനം. പഴയ രേണു അല്ല, സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തള്ളിപ്പോയ രേണുവാണ് ഇപ്പൊ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്ന് നിൽക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പഴമയിലോട്ട് എൻ്റെ വായി നാക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. വളരെ ക്ഷമിക്കുക. അയ്യോ, ഇത് ഞാനായിട്ട് ഇങ്ങനെ ഇട്ടതല്ല, ഇത് അറിയാതെ ഇങ്ങോട്ട് വന്നതാണ്, സോറി. ഓക്കെ, ഇത് എനിക്ക് സീറ്റ് ബെൽറ്റ് ഒന്നും ഇല്ല വലിച്ചിടാനായിട്ട്, അതുകൊണ്ട് പറ്റിപ്പോയതാ. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ വരുക. അയ്യോ, ഞാൻ ഇട്ടുന്നതല്ല, എൻ്റെ കൈ, അയ്യോ, അങ്ങനെയൊക്കെ പോകുന്നതാണ്. നിങ്ങളത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള ആരാധകരുടെ അഭ്യർത്ഥന മാനിച്ചിട്ടുമായിരിക്കും ചിലപ്പോൾ. നിങ്ങൾ ആരാ പറഞ്ഞത് രേണുസുതിക്ക് കാണുന്ന ആൾക്കാരോട് സ്നേഹമല്ല, ഇഷ്ടമല്ല എന്ന് പറയുന്നത്? പലരും ഇഷ്ടമാണ്, സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞവർ രേണുസുതി മേലെ ഇതുപോലുള്ള വീഡിയോസ് ഇടരുത്. കണ്ട് മടുത്ത്, അപരാധം കണ്ട് മടുത്ത്. ഫോൺ തുറന്നു കഴിഞ്ഞാൽ രേണുസുതി മാത്രമേ ഉള്ളൂ, യൂട്യൂബ് എടുത്താൽ രേണുസുതി മാത്രമേ ഉള്ളൂ. രേണുസുതിയുടെ അപരാധങ്ങൾ എന്ത് കണ്ടാലും സുധിച്ചേട്ടന് വേണ്ടി എന്ന് പറയുന്നൊക്കെ ആൾക്കാർ പറയുന്നല്ലോ. അങ്ങനെയൊക്കെ പറയാറില്ലേ? അതൊക്കെ മാനിച്ചുകൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒള്ളി ഫാനിലേക്ക് ചേച്ചി വന്നിരിക്കുന്നത്. അത് എങ്ങനെ വന്നിരിക്കുന്നു? പൈസ കൊടുത്ത് 29 രൂപ റീചാർജ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് അതിനകത്ത് കയറി 1 GB നെറ്റ് കളയുന്നിടം വരെ എന്തെങ്കിലുമൊക്കെ കാണാൻ കഴിയായിരിക്കും. പിന്നെ ഇല്ലാതെ വലിയ പരിപാടിയൊക്കെ തുടങ്ങത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കയറി വരുന്നവരെല്ലാം മണ്ടന്മാരെന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ട് സാധിക്കൂ. എത്ര പേര് വരുന്നുണ്ടോ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കയറാതെ തന്നെ പുറത്തുനിന്ന് അറിയാൻ സാധിക്കുമായിരുന്നു കൊണ്ടല്ലോ. ഉറപ്പായിട്ടും ഞാൻ എടുത്തേനെ വരുന്നത്. എനിക്കതിനൊരു സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ കാണാൻ പറ്റുമായിരുന്നു എടുത്ത് ഞാൻ കാണിച്ചു തന്നേരത്തേക്കിന് ആ മരവോന്തുകൾ ആരൊക്കെ ആയിരിക്കും അതിനകത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇതുപോലെ ഉള്ള വീഡിയോ കാണാനായിട്ട് പോകുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് തന്നെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാൻ കേട്ടോ. ചേച്ചി എന്തൊക്കെ എക്സ്ക്ലൂസീവ് അടിക്കുന്നു. മിക്കവാറും എക്സിലും വൈയിലും ഇസഡിലൊക്കെ വരുമോ എന്തോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ചേച്ചി ഇത് പിന്നെ ഒന്നും കണ്ടന്റ് ഇല്ല, അപരാധങ്ങൾ തീരുന്നു എന്ന് മനസ്സിലാകുമ്പോഴത്തേന് ചെറിയ രീതിയിൽ അതങ്ങനെയാണ്. ചെന്തങ്കിന്റെ കൊലയാണെങ്കിൽ ആടും, ചെന്തങ്കിന്റെ കൊല അല്ലെങ്കിൽ ആടത്തില്ല. ഇത് ഞാൻ പറഞ്ഞല്ല, കല്യാണരാമൻ സിനിമയ്ക്കകത്ത് ആരാ പറയുന്നത്? ഇന്നസെന്റ്
ഇന്നസെന്റ് പറയുന്ന ഡയലോഗല്ല, ഇത് നമ്മുടെ ഡയലോഗൊന്നുമില്ല. ഞാൻ പൊതുവെ പല സ്ഥലങ്ങളിലും പലതും കടമെടുത്താണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ കമന്റ് നിങ്ങൾ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഹൈപ്പ് കൊടുക്കാനുള്ള ഒരു വ്യക്തമായിട്ട് എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഹൈപ്പ് കൊടുത്തോളാം. ഞാൻ എല്ലാ ദിവസവും നിങ്ങൾക്ക് മുന്നിലേക്ക് വീഡിയോ കൊണ്ട് വരുന്ന ഒരാളല്ല. 2, 3, 4 ദിവസം കൂടുമ്പോഴത്തേന് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് ഉടനെ ഞാൻ പറയും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. പിന്നെ 3, 4, 5 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ വരുന്നത്. നിങ്ങൾ എൻ്റെ കഷ്ടപ്പാട് മനസ്സിലാക്കണം, എൻ്റെ മടി നിങ്ങൾ മനസ്സിലാക്കണം, വീഡിയോ എടുക്കാനുള്ള മടി നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ഹൈപ്പും സബ്സ്ക്രൈബും ലൈക്കും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയൊക്കെ പൂച്ച പിടിക്കണം പട്ടികളെ. ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. ഞാൻ ഇത്ര അടുത്ത വീഡിയോയിലേക്ക് വരാം. എന്തായാലും അപരാധത്തിനകത്ത് നല്ലൊരു സാധനം ഞാൻ കാണിച്ചു തരാം. ഈ നെഗറ്റീവ് പറയുന്ന കുറച്ച് നെഗറ്റീവ് ആളുകളോട് എനിക്ക് സഹതാപം മാത്രമാണ്. കാരണം എൻ്റെ വീഡിയോയിൽ വന്ന് ഇങ്ങനെ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് ഓരോ വീഡിയോസ് ഇട്ടു കൊടുക്കുന്ന ചേച്ചിയോട് ഞങ്ങൾക്ക് സഹതാപമല്ല, വെറും പശ്ചാത്താപം മാത്രമാണ് തോന്നിക്കൊണ്ടത്. അതെന്താ മനസ്സിലാക്കാത്തത്? മനസ്സിലാക്കിയ പരിപാടി കൂടെ രേണുസുതി നെഗറ്റീവ്സ് പറയുന്ന കുറച്ച് പേരോട് ടോട്ടലി ഐ എം കൺഫ്യൂസ്ഡ്. നിങ്ങളുടെ സ്വഭാവം എന്ത് സ്വഭാവമാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. കാരണം നിങ്ങളുടെ വിചാരം നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ഇവരുടെ നെഗറ്റീവ് കേട്ടിട്ട് നമുക്ക് ഏതാണ്ട് ഭയങ്കര സങ്കടമാണ്. എടോ, രേണുസുതിയെ സംബന്ധിച്ച് ഒരു സങ്കടമില്ല. നിങ്ങൾ എന്നെ വന്ന് ദേഹത്ത് വന്ന് ഞോണ്ടിയാലോ കുത്തിയാലോ എനിക്ക് വേദന എടുക്കും. നിങ്ങൾ എന്നെ തല്ലിയാലോ എനിക്ക് വേദന എടുക്കും. പക്ഷെ നിങ്ങളുടെ ഓരോ നെഗറ്റീവ് കമന്റ്സും എനിക്ക് ചിരിയാണ് വരാറ്. എന്തൊരു കുശുപ്പാ നിങ്ങൾ. ആദ്യമായിട്ടായിരിക്കും സ്വന്തം തന്തയ്ക്കും സ്വന്തം തള്ളയ്ക്കും കുഴി കിടക്കുന്ന മുത്തിക്കും മുത്തിയുടെ മുത്തിക്കും നാട്ടുകാർ വന്നിട്ട് ഉണ്ടാക്കിയ കമന്റുകൾ ഇടുമ്പോഴത്തേന് അത് കണ്ടിട്ട് വീട്ടിലിരുന്ന് പോപ്കോണും കഴിച്ചുകൊണ്ട് ചിരിക്കുന്ന ഒരു വനിത. അയ്യോ, ആ കണ്ണീരൊപ്പിയിട്ട് ഇതുപോലെ ചിരിക്കുമെന്നൊക്കെ പറയണം കേട്ടോ. കണ്ട് മടുത്തപ്പോഴാണ് പല കാര്യങ്ങളും മാറ്റി ചിന്തിക്കുന്നുള്ളത് കാണുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്തായാലും ആ സജീനെ എനിക്ക് ഇതിനകത്തൊന്ന് പറയണം കേട്ടോ. സജീനെ കുറച്ച് നാളുകളായിട്ട് വലിയ അപരാധങ്ങൾ ഉണ്ടാക്കി. രേണുസുതിയുടെ വീഡിയോ ഇടുന്നതിനകത്തൊന്നും 1 രൂപ പോലും കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ സൈഡിൽ നിന്ന് ഒരു കേസ് മാത്രം കിട്ടിയെന്നുള്ളതെന്ന് പറഞ്ഞിട്ട് ഒരു ചെറുക്കൻ്റെ വീട്ടിൽ കയറിയിട്ട് അവരെ തന്തയ്ക്കും തള്ളയ്ക്കും ചെറുക്കനെയും കുറിച്ചും 18 വയസ്സ് പോലും പ്രായമാകാത്ത ചെറുക്കനെ അപരാധങ്ങൾ വിളിച്ച് കൂട്ടിയിട്ട് കൈനിറയെ കിട്ടേണ്ട കേസായിരുന്നു. അത് എങ്ങനെയോ അവർ വേണ്ടാന്ന് വെച്ചത് കൊണ്ട് സജീനെ ഇനിയും വീഡിയോ ഇടാം. ഇല്ലെങ്കിൽ ജാമ്യമില്ല വകുപ്പിൽ പോകേണ്ട പരിപാടിയാണ് കാണിച്ചു കൂട്ടിയത്. പിന്നെ ചെറുക്കൻ്റെ കാര്യം ഞാൻ പറയുവാണ്, അപ്പം അതുകൂടെ നമ്മൾ പറയണമല്ലോ. ഇതുപോലുള്ള കാര്യങ്ങൾ ചെറുക്കനും പറയുമ്പം 18 വയസ്സ് താഴെ ആകുമ്പോഴത്തേക്കിന് മാതാപിതാക്കൾക്കായിരിക്കും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം വരുന്നത്. മാതാപിതാക്കൾ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല എന്നേ കാണുന്ന ജനങ്ങൾ ഇതിനെപ്പറ്റി പറയത്തുള്ളൂ. അപ്പം അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റും ഇതിനകത്ത് പ്രഥമ ദൃഷ്ടിയാലില്ലെങ്കിലും കറങ്ങിത്തിരിഞ്ഞ് വരുമ്പോഴത്തേനും അവർ ഇതിനകത്ത് ഇൻവോൾവ് ആവുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും. ഓക്കെ, അത് പറഞ്ഞുകൊണ്ട് നമുക്ക് അപരാധം ബാക്കിയിലേക്ക് നമുക്ക് കടക്കാം. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരത്തില്ല, നിങ്ങളെ ഉപദ്രവിക്കുന്നില്ല, ഒന്നിനും വരത്തില്ല. പക്ഷെ നിങ്ങളുടെ നെഗറ്റീവ്സ് ഇല്ലേ, എന്തൊരു കുശുമ്പാണോ തനിക്കൊക്കെ. എന്നെ കുശുമ്പന്മാരാ. നിനക്കൊന്നും മരുന്നില്ല, അസൂയക്ക് കുശുമ്പിന് മരുന്നില്ല. അസൂയം കുശുമ്പിന് മരുന്നില്ല നമുക്കറിയാം. ഇത് കുശുമ്പുണ്ടെന്നുള്ള ഇത് അറപ്പ് കൊണ്ടാ. കണ്ട് വയ്യാത്തുള്ള അറപ്പ് കാരണം നമ്മൾ ചെയ്തു പോകുന്നതും പറഞ്ഞു പോകുന്നതും ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ടേതോ ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ശബരിമലയിൽ 48 പേര് പോയിട്ട് 47 പേരും വഴിതെറ്റിപ്പോയി. എനിക്ക് മാത്രം വഴിതെറ്റിയില്ല. നിങ്ങളെന്താ വഴിതെറ്റാഞ്ഞത്? ഞാനാണ് പെരിയ സ്വാമി, എനിക്ക് വഴിതെറ്റത്തില്ലെന്ന്. അതാണ് രേണുസുതിയുടെ അവസ്ഥ. സത്യത്തിൽ ആർക്കാണ് വഴിതെറ്റിയത്? 47 പേർക്കാണ്. ഒറ്റയ്ക്ക് പോയ മുനിച്ചാമിക്കാണ് വഴിതെറ്റിയത്. അത്രേ ഉള്ളു. ഒന്ന് ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ വന്ന വഴിയിൽ ആരും കാണത്തില്ല. ചിലപ്പോൾ അവിടെ പുല്ല് പിടിച്ച് കാടായിട്ട് തിരിച്ചിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കായിരിക്കും വന്ന് നിൽക്കുന്നത്. ഓക്കെ, നീയൊക്കെ അവിടെ നെഗറ്റീവ് അടിക്കും, ഞാൻ ഇങ്ങനെ ഉയർന്നു പോകും. നീയൊക്കെ അവിടെ നെഗറ്റീവ് അടിച്ചോണ്ടിരിക്കും. ഇങ്ങനെ ഉയർന്നു പോവുക എന്താ മലമ്പാമ്പോ? ഇങ്ങനെ ഉയർന്നു പോകാനായിട്ട് വാലിക്കുത്തി നിൽക്കാനുള്ള പരിപാടിയാ. ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അയ്യോ, താഴെ മേലോട്ട് പോകുന്നു. എന്നെ സപ്പോർട്ട് ചെയ്ത കുറെ പേരുണ്ടല്ലോ. ഐ ലവ് യു. യു ലവ് മീ. താങ്ക് യു. ഐ ലവ് യു. വി ലവ് ഓൾ. We also love everybody, love somebody, love nobody, love lot of love. അടുത്ത കാണാം. ഓക്കെ. ഇപ്പൊ ഞാനൊരു വ്ളോഗ് ഉണ്ട്, അൾത്താഫ് വ്ളോഗാണ്, എന്തോ സംതിങ്, ഒരു ചെറിയ കുഞ്ഞു വ്ളോഗാണ്. അയാളുടെ ആവശ്യം രേണുസുതി എന്നുള്ള പേര് മാറ്റാം. സൗകര്യമല്ല രേണുസുതി എന്നുള്ള പേര് മാറ്റാം. മനസ്സിലായോ? രേണുസുതി കൊല്ലം സുതിച്ചേട്ടൻ മാറ്റരുതെന്ന്. ആ പേര് മാറിക്കഴിഞ്ഞ ഐഡന്റിറ്റി തന്നെ ഇല്ലാതെ ഒരിക്കലും മാറ്റല്ലേ. നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു പേരല്ലാതെ വേറെ ഒരു പേരും ചേരത്തില്ല. നിങ്ങളുടെ ആദ്യത്തെ പേരുണ്ടല്ലോ, രേഷ്മ ബി തങ്കച്ചൻ, ആ ഒരു പേരിനോട് ഇപ്പം ഒട്ടും യോജിക്കാത്ത ഒരു ഫിഗറായിരിക്കുകയാണ്. വ്യക്തമായി പറഞ്ഞാൽ രേണുസുതി ആ ഒരു പേര് മാത്രമേ ആ മുഖത്തിന് ചേരൂ. അല്ലാതെ ആ മുഖത്തിന് നോക്കിയിട്ട് ഐശ്വര്യ റായ് വിളിക്കാൻ പറ്റുമോ? സുസ്മിതാസൻ വിളിക്കാൻ പറ്റുമോ? പ്രിയങ്ക ചാപ്ര വിളിക്കാൻ പറ്റുമോ? ശോഭനയെന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം പിന്നെ ഇപ്പോൾ ഉള്ള ആ ഒരു കുപ്പിക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ കൈയും കാലും ഒക്കെ തട്ടി കുപ്പ് പോകുന്നു.
ഉള്ള പേര് കൊണ്ട് സൂക്ഷിച്ചുമായിട്ട് ജീവിക്കുക. തന്നെ നിയമപരമായിട്ട് സ്പെഷ്യൽ ആക്ട് പ്രകാരം 2017 മെയ് 7 വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹമായിട്ട് ഞാൻ ഇപ്പോഴും അദ്ദേഹത്തിന്റെ വൈഫായിട്ട് ഇപ്പോഴും ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ പേര് മാറ്റത്തില്ല. അദ്ദേഹത്തിന്റെ വൈഫായിട്ടല്ല, അദ്ദേഹത്തിന്റെ വിധവയായിട്ട്. നിങ്ങളല്ല, നിങ്ങൾ ആര് പറഞ്ഞാലും ഞാൻ പേര് മാറ്റുന്നത്. എനിക്ക് നാണമുണ്ടോന്ന് പുള്ളിയുടെ പേര് പറയാം. എടാ നീ എന്തിനാണ് എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? നാണം ഇല്ലാത്തടത്ത് ആരെങ്കിലും പോയിട്ട് നാണം ഉണ്ടോ എന്ന് ചോദിക്കോടാ. ആ കമന്റ് ഇട്ട് ആരവനാടാ, ഒരു വൃത്തി ഇല്ലാത്തവനാണല്ലോ. നാണം ഇല്ലാത്തടത്ത് നാണം ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ട് പോയിരിക്കുന്നത്. നാണം ഇല്ലാത്തവനെ, നാണം കെട്ട പരിപാടിയായിട്ട് നടക്കുന്നത്. ഡാഡി ഫുൾ. നീ ആരും എന്റെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് എന്റെ കാര്യം നോക്കുക. റീച്ച് ആകാൻ വേണ്ടിയിട്ട് രേണുസുധീനെ മെക്കെട്ട് കയറേണ്ട കാര്യമില്ല. വെറുതെ അവിടെ ഇവിടെ പോകുന്ന കണ്ട വഴി പോകുന്നവനും അവിടെ പോകുന്നവനും ഇവിടെ പോകുന്നവനും രേണുസുധീരെ പേര് പറഞ്ഞ അങ്ങ് റീച്ച് അങ്ങ് നേടുക. കോർപ്പറേഷൻ വാട്ടർ ടാങ്കാ നീയൊക്കെ പോയിട്ട് കൈ എഴുതിട്ട് പോകാനായിട്ട്? ആഹാ, പൊതുമതലൊന്നും അല്ല ചേച്ചി. പല അപരാധങ്ങളും കാണിക്കും, അതൊക്കെ റീച്ചിന് വേണ്ടിയിട്ടാ. ചില പരിപാടികളും എടുത്തു വിടും, ചില കോപ്രായങ്ങളും കാണിക്കും. അതൊക്കെ പോയി, എല്ലാം പോയി, അടിയിന്ന് പൊങ്ങി. റീച്ചിന് വേണ്ടിയിട്ട് കാണിക്കുന്ന കാര്യങ്ങളാ, അല്ലാതെ മോനെ സൂക്ഷിച്ചോ. ആ വായിച്ചി, അടുത്ത വായിച്ചി. ഹലോ ഗൈസ്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കാൻ പോവുകയാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് വേണം, നമുക്ക് അവിടെ കാണാം. നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പൊ എന്റെ വീഡിയോ കാണുന്ന ചേച്ചിമാരോട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. എത്രയും പെട്ടെന്ന് ഓടിച്ചെല്ലുക. നിങ്ങളുടെ ഭർത്താക്കന്മാരോ മക്കളുമാരോ ചേട്ടന്മാരോ അവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഫോൺ എടുക്കുക. ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ അതിനകത്ത് കാണും, എടുക്കുക. രേണുസുധി എന്ന് ടൈപ്പ് ചെയ്യുക. അറിയത്തില്ലെങ്കിൽ വീഡിയോ കണ്ട് ടൈപ്പ് ചെയ്യുക, എടുക്കുക. എക്സ്ക്ലൂസീവ് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. കാരണം കാലമതല്ലേ. എൻ്റെ ഫോണിൽ എക്സ്ക്ലൂസീവ് ഞാൻ കാണിക്കത്തില്ല കേട്ടോ, അത് വേറൊരു കാര്യം. ഇതാണ് ചേച്ചി അതായത് ചേച്ചിയെ നമുക്ക് ഒരിക്കലും റോൾസ് റോയ്സിനകത്ത് ഇരിക്കാനായിട്ട് കരുതത്തില്ലെന്നല്ല, കഴിയത്തില്ല. കാരണം ഇതാണ്. അയ്യോ ചേച്ചി എന്നെ കൊന്നു കഴിഞ്ഞാൽ ചേച്ചി ജയിലിൽ പോകത്തില്ലയോ? ഇപ്പൊ തന്നെ പബ്ലിക്കായിട്ട് അതിന്റെ പുറത്ത് എഴുതിയിരിക്കുന്ന കമന്റ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇപ്പൊ ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് എൻ്റെ വായിൽ നിന്നും ഇങ്ങനെ വൃത്തികെട്ട രീതിയിലുള്ള സംസാരങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് ഞാൻ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതുപോലുള്ള ഞാൻ പറഞ്ഞുതരാം, ഉറപ്പല്ലേ? നടത്തിയേക്കുന്നത് എന്നെ തല്ലിക്കൊല്ലാൻ തോന്നുന്നു. പബ്ലിക്കായിട്ട് എന്ത് ചേച്ചിക്കെതിരെ ഞാൻ കേസ് കൊടുത്താലോ? ഏത് ഫേക്ക് ആണെന്ന് ചേച്ചിയെ പൊക്കത്തില്ലേ? പബ്ലിക്കായിട്ട് 4-5 മാസം മുമ്പ് ലൈവിൽ വന്നിരുന്ന് അപരാധം വിളിച്ച് പറഞ്ഞത് എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് അതും പബ്ലിക്കിലല്ലേ വന്നിരുന്ന് പറഞ്ഞത്, അല്ലാതെ കക്കൂസി ഇരുന്ന് പറഞ്ഞതൊന്നും അല്ലല്ലോ. രേണുസുധി, അടുത്തതിലേക്ക് വരാം നമുക്ക്. പ്രവേശനം. പുതിയൊരു പ്രേമം നടക്കുന്നുണ്ടല്ലോ. യുകെക്കാരനെ വേറിനില്ല എവിടേക്കാ തേച്ചെന്നോ ഒരു പട്ടാളക്കാരൻ വന്നെന്നൊക്കെ പറയുന്നേ. പ്രേമം എന്ന് പറയുമ്പോഴത്തേന് വാതപ്പിച്ചിരിക്കാനായിട്ട് എന്ത് പ്രേമോന്നല്ലേ പറഞ്ഞത്? അതല്ല ചിരിമഴയൊന്നും അല്ലല്ലേ പറഞ്ഞത്. മലയാളിയല്ലേ? ഡൽഹിയിലുള്ള പട്ടാള കമാൻഡോ അവരൊക്കെ എനിക്ക് 2-3 ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. മറ്റേ വന്ദേ ഭാരതം പറഞ്ഞതിന് ശേഷം പട്ടാളക്കാരൻ സെറ്റായതോ? റിലേഷൻഷിപ്പ് ആയോ? അയ്യോ, ആ പട്ടാളക്കാരൻ മറ്റേ അതിർത്തിയിൽ നിന്ന് കാർഗിലെങ്ങാണായിരിക്കും വെടികൾ കണ്ട് അറപ്പ് മാറി അങ്ങനെ ഏതോ ഒരു ചെറിയ വെടിവെപ്പിലെങ്ങാനും വന്നായിരിക്കും. എനിക്കറിയത്തില്ല കേട്ടോ എന്ത് വഴി പറയുന്നതെന്ന്. NSG കമാൻഡോ, ആ NSG കമാൻഡോ എന്ന് തന്നെയല്ലേ പറഞ്ഞത്? അവർക്ക് ഇത്ര ദരിദ്രവാസികളായിട്ടുള്ള NSG കമാൻഡോകൾ കാണോ? ഇല്ല ഒരിക്കലും. ഇതുവരെ ആയിട്ടില്ല. ഇത് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിന്റെ ഒരു കാലമാണ്. 2, 3, 4 മാറി ഫ്രണ്ട്സ് ഉണ്ട്, പട്ടാളക്കാരുണ്ട്, ഡൽഹി ബേസ്ഡ് ഓഫീസർ തന്നെയാണ്. ഇപ്പൊ ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരങ്ങനെ ആളുണ്ട്. ഇപ്പോഴും രേണുസുധിയുടെ ഭാഗത്തു നിന്ന് ഒരു ഉറപ്പ് കിട്ടാത്തൊരു കാര്യമുണ്ട്. ബിഗ് ബോസിൽ നിന്ന സമയത്ത് മറ്റേ മീം വിറ്റ് ഫേമസ് ആയ ഒരു പെണ്ണുണ്ടായിരുന്നില്ല, എന്തുവായിരുന്നു അവളുടെ പേര്? ഹനാനോ. അവളെങ്ങാണ്ട് വന്നിട്ട് ഒരു സംഭവം പുറത്തു വിട്ട് ഷബീന ബീവിയുടെ ചാനലിലേക്ക് കൂടെ ചങ്ങനാശ്ശേരിയിൽ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് സുധി മരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അബോർഷൻ നടത്തിയെന്ന്. മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് മേക്സ് പ്രഗ്നൻസ് അല്ലേ? അങ്ങനെ ആയിരിക്കുമല്ലോ. അല്ലാതെ സിംഗിൾ മോമിനോ സിംഗിൾ ഗേളിനോ ഒരിക്കലും ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു കാര്യമല്ല. അതിനൊരു വ്യക്തത രേണുസുധി പറഞ്ഞിട്ടില്ല. അത്രയും വലിയൊരു ആക്ഷേപം പറഞ്ഞിട്ട് അതിനൊരു വ്യക്തമായ ഒരു ധാരണ, അതിനൊരു ക്ലാരിഫിക്കേഷൻ, അല്ലെങ്കിൽ അവർക്കെതിരെ ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിച്ചിട്ട് അതിനൊരു തിരിച്ചൊരു കാര്യം പറയാനായിട്ട് നിന്നിട്ടില്ല.
കാരണം ചെറിയ ചെറിയ കമന്റുകൾക്ക് വരെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്ത് കമന്റിന് പലതിനും റിപ്ലൈ കൊടുക്കുന്നു നിൽക്കുന്ന ഒരു രേണു സുധി ഇതുപോലൊരു കാര്യം വന്നിട്ട് എന്തുകൊണ്ട് അതിനെതിരെ സംസാരിച്ചില്ല? ആ പറഞ്ഞവരെ വിളിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതായിട്ടുള്ള ഒരു തെളിവുകൾ നമുക്ക് മുന്നിലേക്ക് എടുത്ത് ഇട്ട് കാണിച്ചിട്ടില്ല സുഹൃത്തുക്കളെ. കാണിക്കാൻ മറന്നുപോയതാണോ? ഒരിക്കലും അല്ല. കാണിക്കേണ്ടതെല്ലാം കാണിക്കേണ്ട സമയത്ത് തന്നെ ചേച്ചി എടുത്ത് കാണിക്കാറുള്ളതാണ്. ഇത് മാത്രം മിണ്ടിയിട്ടിരിക്കുന്നു. ഓക്കെ, എന്തായാലും കൊള്ളാം. പട്ടാളത്തിലേക്ക് വരാം നമുക്ക് തിരിച്ച്. ആള് പറയുന്നത് എന്റെ ഫാനാന്നാ പറയുന്നത്. അങ്ങനെ ഫ്രണ്ട്സ് ആണ്. ആരാധന തോന്നാൻ എന്താ കാരണം? ആൾക്ക് ആരാധനയാണ്. എന്താണ് തോന്നാൻ കാരണം ആൾക്കല്ലേ അറിയത്തുള്ളൂ. ചോദിച്ചിട്ടില്ല. എന്തോ ഇഷ്ടമാണ് പലർക്കും എന്നെ, അത്രയേ ഉള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് ആരാധന തോന്നാനായിട്ട് കാരണമൊന്നുമില്ല. കാരണം അതുപോലുള്ള ക്വാളിറ്റീസ് ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല. അതുകൊണ്ട് മാത്രമാണ്. ആള് പറയുന്നത് ഇങ്ങനെ ഭയങ്കര എല്ലാത്തിനും ഇങ്ങനെ എന്ത് നെഗറ്റീവ് വന്നാലും രേണു ഇങ്ങനെ ഭയങ്കര ഇതായിട്ടാ കാണുന്നത്. 2-3 വയസ്സിന് ഇളയതാണ്. ഓക്കെ, UK-കാരൻ പോയെന്നാണ്. ഊക്കേക്കാരെ ഊക്കി, അടുത്ത പട്ടാളക്കാരന്റെ വെടിവെപ്പ്. ഇത് സംഭവം തന്നെ കേട്ടോ. റിലേഷൻഷിപ്പ് ഉണ്ടോ? റിലേഷൻഷിപ്പ് ഉണ്ടോ? UK എവിടെ? എനിക്ക് UK ആരും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ? അല്ല, അങ്ങനെയാണല്ലോ പറയുന്നത്. UK-കാരനുണ്ടെന്നല്ലേ മീഡിയ തന്നെയല്ലേ പറഞ്ഞ, ആൾക്കാരെ തന്നെയല്ലേ പറയുന്നത്. ഈ ആൾക്കാരെ തന്നെയാണ് പട്ടാളത്തിന്റെ കാര്യം പറഞ്ഞത്. പട്ടാളം ഉള്ളത് നമുക്കറിയാം. പട്ടാളം ഉള്ളതാണ് നമ്മളിവിടെ വീട്ടിൽ മനസമാധാനത്തോടിരിക്കുന്നത്. പക്ഷെ പട്ടാളം എന്ന് പറയുന്നത് NSG കമാൻഡോ നിങ്ങളുടെ അടുത്ത് വന്നോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഒരിക്കലും ഇല്ലെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്തായാലും കൊള്ളാം. നാടോടുമ്പോൾ നടുവേ ഓടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിൽ മുന്നിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു ധീര വനിതയുടെ വിധവയായിട്ടുള്ള വ്യക്തിയുടെ ചെറിയ പരാക്രമമായിട്ട് മാത്രമേ നമ്മൾ ഇതിനെ കണ്ടാൽ മതി. എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയാണല്ലോ എന്ന് അറിയുമ്പോഴത്തേക്കിന് വളരെ നല്ലൊരു കാര്യമായിരിക്കും. അപ്പം വീഡിയോ എക്സ്ക്ലൂസീവ് ആണേ. അയ്യോ, റീച്ചൊക്കെ ഉണ്ടായിരിക്കുവേ. അപ്പൊ ശരി, എന്നാ ഈ ഒരാഴ്ചത്തെ ചേച്ചിയുടെ അപരാധങ്ങളെല്ലാം അവിടെ കോർത്തിണക്കിക്കൊണ്ടായിരുന്നു ഞാൻ കാണിച്ചത്. ഉടനെ തന്നെ നാളെ തന്നെ ചേച്ചിയുടെ പുതിയ അപരാധങ്ങൾ വരും. കാരണം ഇൻസ്റ്റഗ്രാമിനകത്ത് ഓരോ മണിക്കൂർ ഇടവിട്ട് മിനിറ്റ് സൂചി ഓടുന്ന പോലെയാണ് ചേച്ചി വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് അപരാധങ്ങൾ പടച്ചുവിടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണ അപരാധങ്ങൾ നമുക്ക് ഇതിനകത്ത് എടുത്ത് വെക്കാൻ കഴിയത്തില്ലെങ്കിലും കയ്യിൽ കിട്ടുന്നത് അവിടുന്ന് ഇവിടുന്നുള്ള പല അപരാധങ്ങളും ഞാൻ ഇനി മിക്ക ദിവസങ്ങളിലും എടുത്ത് കാണിക്കും. കാരണം ഇത് കാണാനിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ ഇത് കാണിക്കും.